വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. അദാനി സമ്പൽ സംഘർഷങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നും സഭ പ്രക്ഷുബ്ധമായേക്കും. ER രാഗേഷ് വിവരങ്ങൾ ചേരുന്നുണ്ട്. രാഗേഷ്, സഭ തുടർച്ചയായിട്ട് പ്രക്ഷുബ്ധമാണ്. ഒപ്പം ആദ്യം പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ ആദ്യം തന്നെയായിരിക്കില്ലേ 11 മണിക്ക് തന്നെ? മറ്റൊന്ന്, ഈ സഭയിൽ ഇന്നും പ്രതിഷേധം തുടരാനാണോ? മറ്റൊരു ഒപ്പം തന്നെ ഒരു മാർച്ചും സംഘടിപ്പിക്കുന്നില്ലേ കോൺഗ്രസ് ഇന്ന് പാർലമെന്റിലേക്ക്? എൽദോ, അതെ, ഇന്ന് ആദ്യത്തെ അജണ്ടയായാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. സാധാരണയായി അത് തന്നെയാണ് പതിവ്. 11 മണിക്ക് ലോക്സഭ സമ്മേളിക്കുമ്പോൾ തന്നെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. പ്രിയങ്ക ഗാന്ധി അങ്ങനെ വയനാട് എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് വയനാട്ടുകാർ പ്രിയങ്കയെ പാർലമെന്റിലേക്ക് അയച്ചത്. ഏതാണ്ട് 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം. ഏതായാലും പ്രിയങ്ക കൂടി എത്തുന്നതോടുകൂടി ഒരേ സമയം ഗാന്ധി കുടുംബത്തിലെ 3 പേർ പാർലമെന്റ് അംഗങ്ങളാകുന്നെന്ന പ്രത്യേകതയുണ്ട്. കാരണം രാഹുൽ ഗാന്ധി റായ്ബറയിൽ നിന്നുള്ള അംഗമാണ്. സോണിയാഗാന്ധി 99 മുതൽ പാർലമെന്റിലുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം സോണിയ രാജ്യസഭയിലേക്ക് മാറിയിരുന്നു. അങ്ങനെ 3 പേർ ഒരേ സമയം പാർലമെന്റിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്റിൽ എത്തുന്നത് ഊർജം പകരുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച ടാലിയാണ് നിലവിൽ ലോക്സഭയിലുള്ളത്, 99 അംഗങ്ങൾ. ഏതായാലും പ്രിയങ്ക ഗാന്ധിയെ കൂടാതെ മറ്റൊരു അംഗം കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ നാന്ദേദിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP തന്നെയാണ് രവീന്ദ്ര ചവാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഈ 2 പേരുടെ സത്യപ്രതിജ്ഞയാണ് ആദ്യം നടക്കുക. അതിനുശേഷം സഭ മറ്റു നടപടികളിലേക്ക് കടക്കും. പക്ഷേ പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് അദാനി വിഷയം ചർച്ച വേണം, സഭാ നടപടികൾ നിർത്തിവെച്ച ഈ വിഷയത്തിൽ ചർച്ച വേണം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ അടക്കം ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അദാനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നു. ഇന്നലെ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയത് ചെറിയ കേസുകളിൽ പോലും ആളുകളെ ജയിലിലടയ്ക്കുമ്പോൾ അദാനിക്ക് കേന്ദ്രം സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിമർശനം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. ഈ ഒരു സാഹചര്യത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും നോട്ടീസ് നൽകും. ലോക്സഭാ സ്പീക്കർ അതിന് അനുമതി നൽകാൻ സാധ്യതയില്ല. വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്യും. ഒപ്പം സമാജ്വാദി പാർട്ടി കഴിഞ്ഞ 2 ദിവസങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സമ്പൽ സംഘർഷത്തിൽ ചർച്ച വേണമെന്നാണ്. ഇതിനും സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇന്ന് ലോക്സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. സമാനമായ പാർലമെന്റിൽ നിന്നും ബഹളത്തിനുള്ള സാധ്യതയാണ് രാകേഷ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം മഹാരാഷ്ട്രയിൽ, അവിടെ മുഖ്യമന്ത്രിയെ ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെ BJP ദേശീയ നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ളതാണ് സൂചന. 2 ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടായേക്കും. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഇന്ന് ഡൽഹിയിലെത്തി BJP ദേശീയ നേതാക്കളെ കാണുന്നുണ്ട്. ഇതിനിടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ സത്യപ്രതിജ്ഞ ഇന്നാണ്. രാകേഷ് വിവരങ്ങൾ നൽകും. രാകേഷ്, ഈ തുടർച്ചയായി കാലാവധി അവസാനിച്ചിട്ടും മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നല്ലോ. അപ്പൊ എന്താണെങ്കിലും അതൊരു പൂർണ്ണമായും രമ്യമായി അവസാനിക്കുന്നു എന്നാണോ? ആയതോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫഡ്നവിസിനെ വഴിയൊരുങ്ങുകയാണ്. കാരണം അതിനൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചായിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയതുകൂടി ഏതായാലും NDA സഖ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭിന്നത അത് മാറുകയാണ്. കാരണം ഏക്നാഥ് ഷിൻഡെ ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താൻ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. BJP എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം ശിവസേന നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കൃത്യമായി ദേവേന്ദ്ര ഫഡ്നവിസിനെ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് വഴിയൊരുക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ദേവേന്ദ്ര ഫഡ്നവിസ് 3ാം തവണയും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആവുകയാണ്. 2014 അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. സംസ്ഥാനത്ത് തന്നെ BJPയുടെ ആദ്യ മുഖ്യമന്ത്രി കൂടിയായിരുന്നു അത്. പിന്നീട് ഒരു തവണ കൂടി അദ്ദേഹത്തിന് വന്നെങ്കിൽ പോലും 5 ദിവസം മാത്രമാണ് ആ കാലാവധി ആ കസാരയിൽ ഇരിക്കാൻ സാധിച്ചത്. വീണ്ടും ഏതായാലും ചരിത്ര വിജയം BJP നേടുമ്പോൾ ഫഡ്നവിസ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. അതിനുള്ള സാധ്യത തെളിയുന്നു. ഏതായാലും ഡൽഹിയിൽ തന്നെയായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ഇന്ന് സഖ്യ നേതാക്കളായ ഏക്നാഥ് ഷിൻഡെയും ഒപ്പം തന്നെ അജിത് പവാറും ഡൽഹിയിലുണ്ട്. അവർ അമിത്ഷാ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. 2 ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ടാകും. സ്വാഭാവികമായും ഈ 2 പാർട്ടികളിൽ നിന്നായിരിക്കും ഉപമുഖ്യമന്ത്രിമാർ. അജിത് പവാർ ഏതായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തന്നെയായിരിക്കും വരാൻ സാധ്യത. പക്ഷേ നിലവിൽ മുഖ്യമന്ത്രി ആയിരുന്ന ഏക്നാഥ് ഷിൻഡെ ആ പദവി ഏറ്റെടുക്കാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ശിവസേനയിൽ നിന്ന് ആര് ഉപമുഖ്യമന്ത്രിയാകുമെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതൊരു പക്ഷേ ഏക്നാഥ് ഷിൻഡെയുടെ മകനായേക്കാം. നിലവിൽ അദ്ദേഹം കല്യാൺ എന്നുള്ള MP ആണ്. മകനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാക്കാനുള്ള നീക്കം ഏതായാലും ഏക്നാഥ് ഷിൻഡെ നടത്തുന്നുമുണ്ട്. എൽദോ, റൈറ്റ്. ER രാകേഷാണ് വിവരം നൽകിയതെന്നാലും ജാർഖണ്ഡിൽ നിന്ന് സത്യപ്രതിജ്ഞയാണ്. മഹാരാഷ്ട്രയിലും പ്രതിസന്ധി മാറി. ഏക്നാഥ് ഷിൻഡെ വാശി ഒഴിവാക്കി ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രി ആവുകയും ചെയ്യും. അതിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് ഇന്ന് പ്രതീക്ഷിക്കാം.